നമസ്കാരം. ദേവസൈന്യ ടേൽസ് ബൈ സ്മൃതിയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 58ലേക്കും ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ അർദ്ധരാത്രി ഭഗവാനെ തേടി വന്ന ഗോപികളോട് തിരിച്ചു പോകാൻ ഭഗവാൻ ആവശ്യപ്പെടുന്നതാണ് വിവരിച്ചത്. അതിൻ്റെ തുടർച്ച. പ്രിയതമ പ്രാപ്തിക്കായി ഇഹപര സുഖങ്ങളെല്ലാം ത്യജിച്ച തങ്ങളോട് അല്പവും സ്നേഹമില്ലാത്തവനെ പോലെയാണല്ലോ സംസാരിക്കുന്നതെന്നോർത്തപ്പോൾ കൃഷ്ണനിൽ അത്യനുരക്തകളായ അവർക്ക് ദുഃഖാധിക്യത്താൽ കോപവും തോന്നി. എത്ര നേരം ഒന്നും മിണ്ടാതെ നിൽക്കും? അവർ തൊണ്ട ഇടറിക്കൊണ്ട് പറഞ്ഞു, ഹേ വിഭോ, ഇത് കുറെ കഠിനമായി പോയി. ഞങ്ങളോട് ഇത്ര ക്രൂരമായി സംസാരിക്കാമോ? സർവ വിഷയങ്ങളെയും ദൂരെ ത്യജിച്ച് ഈ പാദമൂലങ്ങളെ മാത്രം സമാശ്രയിച്ചവരല്ലേ ഞങ്ങൾ. അവിടത്തേക്ക് ഞങ്ങളെ എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഉപേക്ഷിക്കാമോ? ശ്രീഹരി ശരണാഗതരെ കൈവെടിയുന്നവനല്ലെന്നാണല്ലോ ഞങ്ങൾ ധരിച്ചിട്ടുള്ളത്. അത് ശരിയല്ലെന്നോ? നാഥ, ഞങ്ങളോട് പതിവ്രതാധർമ്മം ഉപദേശിച്ചുവല്ലോ. ധർമ്മരക്ഷകനായ അവിടുത്തേക്ക് അത് യോജിച്ചത് തന്നെ. ഞങ്ങളാവട്ടെ ഈ ഉപദേശം മർമ്മമറിഞ്ഞു തന്നെയാണ് വന്നിട്ടുള്ളത്. ശരീരമെടുത്തവർക്കെല്ലാം സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രിയതമനും ഹിതകാരിയും ആത്മാവും അവിടുന്ന് തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്തിരുവടിയെ ഇത്രയും കാലം ഭജിച്ചതിൻ്റെ ഫലമായി ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അതായത്, രക്തമാംസ സമാഹാരമായ ഒരു ദേഹം അതുപോലെയുള്ള മറ്റൊരു ദേഹത്തിന് പതിയാകുന്നില്ല. ശരീരത്തെ സ്നേഹിക്കുന്നതായി കാണുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ അതിനു കാരണം സർവശരീരങ്ങളിലും അന്തരാത്മാവായി നിന്തിരുവടി വസിക്കുന്നു എന്നുള്ളതാണ്. ആത്മാവായ അവിടുത്തെ അഭാവത്തിൽ ശരീരം ജഡം തന്നെ, ഉടനെ ദഹിപ്പിക്കണം. അപ്രകാരമുള്ള ജഡശരീരങ്ങളെ സേവിക്കാനാണോ ഞങ്ങളെ ഉപദേശിക്കുന്നത്? ഹേ അരവിന്ദാക്ഷ, ഞങ്ങൾ ചിരകാലമായി നിന്തിരുവടിയിൽ വെച്ചു വളർത്തിയ ദൃഢമായ സ്നേഹപാശത്തെ ഛേദിച്ചു കളയരുതേ. ആ അവസ്ഥ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഞങ്ങളുടെ ചിത്തത്തെ സുഖസ്വരൂപനായ നിന്തിരുവടി സമ്പൂർണമായി അപഹരിച്ചു വച്ചിരിക്കുകയാണ്. മനസ്സു നഷ്ടപ്പെട്ട ഞങ്ങൾ മനസ്സിന്റെ നിയന്ത്രണത്തിലുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് എങ്ങനെ ഗൃഹകൃത്യങ്ങൾ ചെയ്യും? ഇപ്പോൾ ഞങ്ങളോട് പോകാൻ പറയുന്നുവല്ലോ. ഞങ്ങളുടെ പാദങ്ങൾ ഇവിടുന്ന് ഒരടി പോലും ചലിക്കുന്നില്ല. ഞങ്ങൾ എങ്ങനെ പോകും? അഥവാ ഏതെങ്കിലും വിധത്തിൽ ഗൃഹത്തിലെത്തിയാലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങളുടെ ഈ സങ്കടം അവിടുന്ന് കാണുന്നില്ലേ? പ്രിയ സഖേ, അവിടുത്തെ മോഹനഹാസവും അമൃത കടാക്ഷവും മധുരഗാനവും ഞങ്ങളുടെ മനസ്സിൽ പ്രേമാഗ്നിയെ ജ്വലിപ്പിച്ചിരിക്കുന്നു. ആ അഗ്നി ഞങ്ങളെ ദഹിപ്പിക്കുകയാണ്. അവിടുത്തെ അധരാമൃത സേചനം കൊണ്ട് മാത്രമേ ആ അഗ്നി കെട്ടടങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ വിരഹതാപമാകുന്ന അഗ്നിയിൽ ദഹിച്ച ദേഹങ്ങളോടുകൂടിയുള്ളവരായി അങ്ങയുടെ പാദകമലങ്ങളുടെ മാർഗത്തെ ധ്യാനം ചെയ്തുകൊണ്ട് പ്രാപിച്ചു കൊള്ളാം. ഹേ അംബുജാക്ഷ, രമാദേവിക്ക് പോലും ദുർലഭമായ അവിടുത്തെ ശ്രീപാദ പല്ലവങ്ങൾ ജീവികൾക്ക് കാണാൻ കിട്ടുന്നതാണോ? അകിഞ്ചനന്മാരുടെ ധനമായ ശ്രീ ചരണസ്പർശം യശോദയുടെ സൂതികാഗൃഹത്തിൽ വെച്ച് എന്ന് ഞങ്ങൾക്ക് ലഭിച്ചുവോ അന്നു മുതൽ അന്യപുരുഷന്മാരുടെ മുൻപിൽ ഒരു ക്ഷണം പോലും നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾ എന്തു ചെയ്യട്ടെ? ഹേ വ്രജേശ്വര, മാംസദാഹികളായവർ കാമിക്കുന്ന പ്രാകൃത രതിസുഖത്തെ കാംക്ഷിച്ചു വന്നവരാണ് ഞങ്ങളെന്ന് സർവസാക്ഷിയായ നിന്തിരുവടി വിചാരിക്കുകയില്ലല്ലോ. പ്രഭോ, ഞങ്ങൾ അതെന്നേ ഉപേക്ഷിച്ചു എന്ന് അവിടുന്ന് അറിയുന്നില്ലേ? യാതൊരു ശ്രീദേവിയുടെ കടാക്ഷലേശത്തിനായി സകല ദേവന്മാരും പാടുപെടുന്നുവോ, ആ ശ്രീദേവിക്ക് അവിടുന്ന് തിരുമാറിൽ സ്ഥാനം കൊടുത്തിട്ടും തൃപ്തയാകാതെ അവിടുത്തെ അന്തരംഗ ഭക്തന്മാർ പ്രേമപൂർവം ആശ്രയിക്കുന്ന ശ്രീപാദരജസിനെ തുളസിയോട് ചേർന്നു കാമിക്കുന്നു. അത്രത്തോളം സൗഭാഗ്യനികേതനമായ അവിടുത്തെ പാദധൂളിയെ ശരണം പ്രാപിക്കാനാണ് ഞങ്ങൾ വന്നത്. തുടർച്ച അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.